സൂറത്ത് ആല ഇമ്രാനിലെ 64 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം മുഹമ്മദ് മദീനയിൽ ജൂതന്മാരുമായും പിന്നീട് അവിടെയുള്ള ക്രിസ്ത്യാനികളുമായും ഒക്കെ തർക്കത്തിലും സംവാദത്തിലും ഏർപ്പെട്ടപ്പോൾ ആശയപരമായി അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടുകയും പരിപൂർണമായും പരാജയപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ മുഹമ്മദിന് കൂടെയുള്ളവരെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് ഉപായങ്ങൾ കണ്ടെത്തേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം അനുയായികളെ കൂടെ പിടിച്ചു നിർത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായി മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന വാചക കസർത്തുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും അതുതന്നെയാണ് തുടരുന്നത്. 64-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. പറയുക വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായി സ്ഥിതി ചെയ്യുന്ന ഒരു തത്വത്തിലേക്ക് നിങ്ങൾ വരൂ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നാം ഇബാദത്ത് ചെയ്യരുത്. യാതൊരു വസ്തുവിനെയും അവനോട് നാം പങ്കുചേർക്കുകയോ നമ്മിൽ ചിലർ മറ്റു ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി വെക്കുകയോ അരുത്. എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായി കീഴടങ്ങി ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. അള്ളാഹുവിന് കൂടാതെ റബ്ബുകളെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഈ നിർദ്ദേശം, റബ്ബുകൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ജൂതന്മാരുടെ റബ്ബികളും ക്രിസ്ത്യാനികളുടെ പുരോഹിതന്മാരും ഒക്കെയാണ്. അപ്പോൾ ഈ പുരോഹിതന്മാരോട് മുഹമ്മദിന് വലിയ കലിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മുഹമ്മദ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരെ സമീപിച്ച് അവരുടെ ഇടയിൽ തൻ്റെ ഉഡായിപ്പ് സിദ്ധാന്തങ്ങൾ കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചു അവരെ സമീപിച്ചപ്പോൾ അവരൊക്കെ അവരുടെ പുരോഹിതന്മാരെ വിളിച്ച് മുഹമ്മദുമായിട്ട് മുട്ടിച്ചു. അതാണ് പുരോഹിതന്മാരോട് മുഹമ്മദിന് ഇത്രയും കലിപ്പുണ്ടാവാൻ കാരണം. സാധാരണക്കാരെ മുഹമ്മദ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താൻ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാം എന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്തു നോക്കി. പക്ഷേ അവർ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ അറിവുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ അവരുടെ റബ്ബികളെയും ക്രിസ്ത്യാനികൾ അവരുടെ പുരോഹിതന്മാരെയും മുഹമ്മദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവരാകട്ടെ മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളെക്കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലാക്കി മുഹമ്മദ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അനുകൂലമായി മുഹമ്മദ് കുറേ വെളിപാടുകൾ ആദ്യ കാലത്ത് ഇറക്കിയിട്ടുണ്ട്. ആ വെളിപാടുകൾ ഇറക്കാനുള്ള കാരണം ഇവരെയൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. ആ പ്രതീക്ഷ ഉള്ള സമയത്ത് മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജൂതരും ക്രിസ്ത്യാനികളും ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഖണ്ഡിച്ചു. അതോടുകൂടി മുഹമ്മദ് അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടി. ഈ ഒരു സന്ദർഭത്തിലാണ് അവസാനം മുബാഹലക്ക് വെല്ലുവിളിക്കുക എന്നുള്ള ഒരു ഉപായം മുഹമ്മദ് പുറത്തിറക്കുന്നത്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ മുബാഹല എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരതിന് തയ്യാറായില്ല. അവർ മുബാഹലക്ക് തയ്യാറാവാതിരുന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന ന്യായം ഭയങ്കര വിഡ്ഢിത്തമാണ്. അവർ മുബാഹല എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തിനെതിരായതുകൊണ്ടാണ് അവർ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു പോയത്. പക്ഷേ മുസ്ലിം വ്യാഖ്യാതാക്കൾ പറയുന്ന അവർ പേടിച്ചിട്ട് മുബാഹലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നാണ്. ഇത് കിണറ്റിച്ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ ആൾ നീർക്കോലീനെ കണ്ട് മടങ്ങിപ്പോയി പേടിച്ചിട്ട് എന്ന് പറയുന്നത് പോലുള്ള മണ്ടത്തരമാണ്. കാരണം അവർ മുഹമ്മദിനോട് ക്രിസ്ത്യാനികൾ തർക്കിക്കാൻ വരുന്ന സാഹചര്യം നമുക്കറിയാം. മുഹമ്മദ് അറേബ്യ മുഴുവൻ പിടിച്ചടക്കി മുഹമ്മദ് അവിടുത്തെ വലിയൊരു അധികാരിയായി മാറിയ സമയത്ത് ജൂതന്മാരെല്ലാം കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഭീതി പരത്തിയ മുഹമ്മദ് സർവാധികാരിയായി വാഴുന്ന സമയത്താണ് ക്രിസ്ത്യാനികൾക്ക് അന്ത്യശാസനം നൽകുന്നത്. വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തും എന്നുള്ള അന്ത്യശാസനം കിട്ടിയിട്ടാണ് നജറാനിൽ നിന്ന് ക്രിസ്ത്യാനികൾ വരുന്നത്. ആ ക്രിസ്ത്യാനികൾ മുഹമ്മദിൻ്റെ മുബാഹല പേടിച്ച് തിരിച്ചുപോയി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? കാരണം അവർ അവരുടെ ജീവൻ ഓൾറെഡി അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. ഇസ്ലാം സ്വീകരിക്കാതെ ഇനി അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നും മുഹമ്മദ് കൊന്നൊടുക്കുമെന്നും ഉറപ്പുള്ള അവർ വന്നിട്ട് മുഹമ്മദിനോട് ആശയപരമായി നിങ്ങളുടെ മതവും ഞങ്ങളുടെ മതവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ മുഹമ്മദ് ഉത്തരം മുട്ടിയിട്ട് അവരോട് മുബാഹലക്ക് വെല്ലുവിളിക്കുകയാണ്. മുഹമ്മദ് ആണ് മുബാഹലക്ക് വെല്ലുവിളിക്കുന്നതെങ്കിൽ അതിൽ ഒരു യുക്തിയുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ മുഹമ്മദും ക്രിസ്ത്യാനികളും തമ്മിലുള്ള തർക്കത്തിൽ
തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് ശാപപ്രാർത്ഥന നടത്തി അപ്പോൾ ഞാൻ തീർപ്പുണ്ടാക്കിക്കോളാം എന്ന ഈ മണ്ടത്തരം പറയുന്നത്. അത് ക്രിസ്ത്യാനികൾ നിരസിച്ചത് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് യുക്തിക്ക് നിരക്കുന്നൊരു വാദമാവുക? കാരണം ക്രിസ്ത്യാനികൾ ഓൾറെഡി അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും അവരവരുടെ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചില്ല എന്നതും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതും വേണമെങ്കിൽ ഞങ്ങൾ കപ്പം തന്ന് കീഴടങ്ങിക്കൊള്ളാം, എന്നാലും ഞങ്ങളുടെ വിശ്വാസം വിടാൻ തയ്യാറല്ല എന്നും പറഞ്ഞു പോകുന്നത് അവർക്ക് മരണഭയം ഇല്ലാത്തതുകൊണ്ടാണ്. മരണത്തെക്കാൾ അവരുടെ വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മുബാഹല എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലാത്ത, അവർക്ക് വിശ്വാസമില്ലാത്ത, മുഹമ്മദ് ഈ പറയുന്ന അള്ളാഹുവിനും മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിലും അവർക്ക് ബോധ്യം വരാത്തതുകൊണ്ട് വിശ്വാസമില്ലാത്ത അവർ മുഹമ്മദ് പറയുന്ന ശാപപ്രാർത്ഥനയ്ക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അവർ ധൈര്യമായിട്ട് ശാപപ്രാർത്ഥനയ്ക്ക് വരികയല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പേടിച്ചിട്ടാണെങ്കിൽ, പക്ഷേ അവർക്ക് അവരുടെ വിശ്വാസമായിരുന്നു പ്രധാനമെന്നുള്ളതുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഇനിയുള്ള കുറേ വാക്യങ്ങൾ മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വായിച്ച വാക്യത്തിൽ അവസാനം പറയുന്ന കാര്യമൊക്കെ ഒത്തിനൊന്നും ഭാഷാപരമായി തന്നെ ഒരു വ്യക്തതയില്ല, ഒരു ഗ്രാമറും ഇല്ലാതെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇവിടെ പുരോഹിതന്മാർ പാടില്ല എന്ന നിർദ്ദേശമാണ് മുഹമ്മദ് വെക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. പുരോഹിതന്മാർ പാടില്ല എന്ന് പറയുന്ന ഈ മതം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. ഒരു പുരോഹിതൻ്റെ സഹായമില്ലാതെ ഒരു ഖുർആൻ വാക്യം പോലും നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്നിടത്താണ് ഈ മതം പിന്നെ ചെന്ന് നിൽക്കുന്നത്. ആ മതമാണ് പുരോഹിതന്മാർ പാടില്ല എന്ന് പറയുന്നത്. മദ്ഹബി ഇമാമുകൾ എന്ന രീതിയിൽ പുരോഹിതന്മാർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ മതമാണ് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഓരോ നിസ്സാര കാര്യത്തിലും ഒരു വിഭാഗത്തിൽ തന്നെ ഉപവിഭാഗങ്ങൾ പരസ്പരം തർക്കിക്കുകയും ശണ്ട കൂടുകയും ചെയ്യുന്നതാണ് ഇന്ന് കാണുന്നത്. ഇന്നിപ്പോൾ ജിന്ന് മനുഷ്യന് കൂടുകയോ ഇല്ലേ, ജിന്ന് ബാധിക്കോ ഇല്ലേ, കൂടോത്രം ബാധിക്കോ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. കൂടോത്രം നടത്തുന്നതും ജിന്ന് ബാധിക്കും എന്ന് വിശ്വസിക്കുന്നതും സിർക്കാണോ തൗഹീദാണോ തുടങ്ങിയിട്ടുള്ള തർക്കം മുജാഹിദുകളിലുള്ള 3-4 കഷ്ണങ്ങൾ പരസ്പരം മാരത്തോൺ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ പുരോഹിതന്മാരില്ലാതെ അറബി ഭാഷയിൽ ഇറക്കിയ ഒരു പുസ്തകം ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും സ്വയം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ഒരു മുസ്ലിം പണ്ഡിതനും ഇന്ന് പറയുന്നില്ല. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് ഖുർആനും ഹദീസും ഒന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അറബി അറിയുന്നവർക്ക് പോലും മനസ്സിലാവില്ല. ഇതൊക്കെ നല്ലോണം പഠിച്ച പണ്ഡിതന്മാർ ഇമാമുകളായി വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും, അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി എന്നാണ് ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ പുരോഹിതന്മാരുണ്ട് എന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഈ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് അർഹതയാണ് ഈ ഇസ്ലാമിനുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഞാൻ 65-ാമത്തെ വാക്യം മുതൽ 2-3 വാക്യങ്ങളിലൂടെ വായിക്കാം. ഇനി ഇവിടെ ഒരു അവകാശ തർക്കമാണ് നടക്കുന്നത്. നല്ല തമാശയുള്ള ഒരു തർക്കമാണ് ഇനി നടക്കാൻ പോകുന്നത്. 65. ഓ വേദക്കാരെ, ഇബ്രാഹീമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കുന്നു? തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിക്കപ്പെട്ടതു തന്നെ അദ്ദേഹത്തിന് ശേഷമാണല്ലോ. നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ? അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ എന്നാണ് അവസാനം ചോദിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ചിന്തിച്ച് ഗ്രഹിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ പറയുന്ന കഥ ഇബ്രാഹീമിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ തർക്കിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ മുഹമ്മദ് നടത്തുന്നത്. ഏതുപോലെ നമ്മൾ ഒരപ്പം കിട്ടി 2 പൂച്ചകൾ തമ്മിൽ ആ അപ്പത്തിന് അടിപിടി കൂടുമ്പോൾ ഒരു കുരങ്ങൻ ഇറങ്ങി വന്നിട്ട് പ്രശ്നം പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞാൽ അപ്പം വാങ്ങി മുഴുവൻ കടിച്ച് തിന്ന് തീർത്തിട്ട് ചാടിപ്പോകുന്ന ഒരു കഥ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതിലെ കുരങ്ങൻ്റെ റോളിലാണ് ഇവിടെ അള്ളാഹുവും മുഹമ്മദും കൂടെ വന്നിട്ട് ഇബ്രാഹിം നബിയെക്കുറിച്ച് ക്രിസ്ത്യാനികളും ജൂതരും തമ്മിലുള്ള അവകാശ തർക്കത്തിൽ ഇടപെടുന്നത്. എന്നിട്ട് അവസാനം അവരുടെ 2 കൂട്ടരുടെ അല്ല ഇബ്രാഹിം നബി, നമ്മളതാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇബ്രാഹിം നബിയെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. കുരങ്ങൻ അപ്പം മുഴുവൻ പള്ളയിലാക്കി ചാടി പോയതുപോലെ. ആ കോമഡിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിക്കപ്പെട്ടതു തന്നെ അദ്ദേഹത്തിന് ശേഷമാണല്ലോ, അതുകൊണ്ട് തർക്കിക്കണ്ടെന്നും. എന്നിട്ട് ആ തർക്കത്തിന് പരിഹാരം കാണാൻ വരുന്ന മുഹമ്മദ് ഓരോ 2 കൂട്ടരുടെ അല്ല ഇബ്രാഹിം നമ്മളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിനെ ഇസ്ലാമാക്കി മാർക്കം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അടുത്ത 2 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ കഥയുടെ
അഫലാ തഅക്കിലൂനൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് 66. ഹേ കൂട്ടരെ, അറിവുള്ള വിഷയത്തിൽ നിങ്ങൾ തർക്കിച്ചു, എന്നാൽ യാതൊരു അറിവുമില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കുന്നു? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. 67. ഇബ്രാഹിം ജൂതനും ക്രിസ്ത്യാനിയുമായിരുന്നില്ല. പിഴച്ച മാർഗങ്ങളിൽ നിന്നെല്ലാം അകന്നു നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നവനും പരിപൂർണമായ മുസ്ലിമും ആയിരുന്നു. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി ജൂതനായിരുന്നു എന്ന് ജൂതന്മാരും വേറെ ആർക്കും അവകാശപ്പെട്ടതല്ലാതെ ഞങ്ങളുടെ പൂർവ്വപിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും, ഞങ്ങളുടെ കൂടി പൂർവ്വപിതാവാണ്, ഞങ്ങളും ആ കഥയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളും ഇബ്രാഹിം നബിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. രണ്ടു കൂട്ടരുടെയും പൂർവ്വപിതാവ് എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബി ശരിയായ ക്രിസ്ത്യാനിയാണ് എന്നും ജൂതന്മാർ ഇബ്രാഹിം നബി ജൂതൻ മാത്രമാണ് എന്നും പറഞ്ഞ് തർക്കിക്കുമ്പോൾ മുഹമ്മദ് അള്ളാഹുവിനെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് പറയുകയാണ്, ഇബ്രാഹിം നബിയും ജൂതനുമല്ല, ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയല്ല, നിങ്ങൾ വിവരമില്ലാത്ത കാര്യത്തിൽ നിങ്ങളെന്തിനാണ് തർക്കിക്കാൻ വരുന്നത്? നിങ്ങൾക്ക് അറിയണ കാര്യം തർക്കിച്ചാൽ പോരെ, നിങ്ങളെന്തിനാണ് ഇബ്രാഹിം നബീൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നത്? ഇബ്രാഹിം നബി നിങ്ങളുടെയൊക്കെ വേദം ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇബ്രാഹിം നബി ജൂതനുമല്ല, ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയല്ല, ഇബ്രാഹിം നബി നല്ല ഒന്നാന്തര എ ക്ലാസ് മുസ്ലിം ആയിരുന്നു, മൂപ്പരൊട്ട് മുശ്രിക്കും അല്ലായിരുന്നു. അപ്പോൾ മുശ്രിക്കുകൾക്കോ ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ ആർക്കും അവകാശപ്പെട്ട ആളല്ല ഇബ്രാഹിം നമ്മളെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുരങ്ങൻ അപ്പം ഓരി വെച്ചതുപോലെ ജൂതനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള തർക്കത്തിൽ ഇല്ലാത്ത തർക്കം ഉണ്ടാക്കിയിട്ട് അതിലിടപെട്ടുകൊണ്ട് ഇബ്രാഹിം നബിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ തർക്കത്തിൻ്റെ സന്ദർഭമായി കുറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഇബ്രാഹിം നബി തങ്ങളുടെ മതക്കാരനായിരുന്നു എന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ വാദിച്ചുവല്ലോ. മാത്രമല്ല നജ്റാനിൽ നിന്ന് എത്തിയ ദൗത്യസംഘവും ഈ വാദമുന്നയിച്ചു. ഇമാം ഇബ്നു അബ്ബാസ് പറയുന്നു, ജൂത പുരോഹിതന്മാരും നജ്റാനിലെ ക്രിസ്ത്യാനികളും നബിയുടെ അടുത്ത് സന്ധിക്കുകയുണ്ടായി. അങ്ങനെ ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ തർക്കം ഉടലെടുത്തു. ജൂതന്മാർ പറഞ്ഞു, ഇബ്രാഹിം ജൂതൻ തന്നെയായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനി മാത്രമായിരുന്നു എന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. തത്സമയമാണ് ഈ സൂക്തം അവതീർണമായത്. മഹാനായ ആ പ്രവാചക ശ്രേഷ്ഠൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ലെന്ന് ഖുർആൻ സ്പഷ്ടമായി പ്രഖ്യാപിക്കുന്നു. ശരിയായ അർത്ഥത്തിൽ മുഴുവൻ പ്രവാചകന്മാരും മുസ്ലിങ്ങളും അവരുടെ മതം ഇസ്ലാമുമാണ്. മൂസാ നബിയും ഈസാ നബിയും ഒന്നും ഇതിന് അപവാദമല്ല. എന്നാൽ അവരുടെ അനുയായികൾ മതത്തിൻ്റെ ചിഹ്നങ്ങളും മുഖമുദ്രയും ഒക്കെ വികലമാക്കി ഇസ്ലാം എന്ന പേര് തന്നെ ഉപേക്ഷിക്കുകയാണുണ്ടായത്. അതിനാൽ ഇബ്രാഹിം നബി ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. വക്രമായ മതങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇസ്ലാം ശക്തമായി മുറുകെ പിടിച്ച് അത് പ്രബോധനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല എന്ന പരാമർശവും ശ്രദ്ധേയമത്രേ. ജൂതന്മാർ ഉസൈർ ദൈവപുത്രനാണെന്നും ക്രിസ്ത്യാനികൾ ഈസാ ദൈവപുത്രനാണെന്നും വാദിക്കുന്ന മുശ്രിക്കുകളാണ്. എന്നാൽ ഇബ്രാഹിം നബി ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച വ്യക്തിയായിരുന്നു എന്നർത്ഥം. ഇവിടെ നമ്മളൊന്ന് അഫലാ തഅക്കിലൂനൊന്ന് നടത്തി നോക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കഥ, ഈ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ നമ്മളോട് പറയുന്ന കഥയുടെ ഒരു രത്ന ചുരുക്കം എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കി, ഭൂമി ആകാശം ഉണ്ടാക്കി, എന്നിട്ട് കളിമണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് ആ മനുഷ്യനെ പ്രവാചകനാക്കി, ദൂതനാക്കി. എന്തിനാണ് ദൂതനാക്കിയത്? അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ് എന്നും ഈ മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നും മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ആദം നബിക്ക് തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിയുടെ മക്കളിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു ഈ ദൗത്യം തുടങ്ങുന്നത്. എന്താണ് അള്ളാഹു ആദമിലൂടെയും പിന്നീട് 1.25 ലക്ഷത്തോളം ദൂതന്മാരിലൂടെയും മനുഷ്യരാശിയെ പഠിപ്പിച്ച ദൗത്യം എന്താണ്? അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവായ ദൈവം. അള്ളാഹുവിനെ മാത്രമേ എല്ലാവരും ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനെ എല്ലാവരും ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് തീരെ സഹിക്കാൻ വയ്യാത്ത തിന്മ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ ആരാധിക്കലാണ്. അള്ളാഹു ഇങ്ങനെ 1.25 ലക്ഷം പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ട് ഈ കാര്യം മനുഷ്യരാശിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ദൈവം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. ആ ദൈവം പ്രവാചകന്മാരിലൂടെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കമാണ് ഞാൻ ഈ പറഞ്ഞത്.
അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളില്ല എന്ന് എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കാൻ വേണ്ടി ആദം നബിയിൽ തുടങ്ങി മുഹമ്മദ് നബിയിൽ അവസാനിക്കുന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടുള്ള ദൗത്യം, ആ ദൗത്യത്തിൽ ആദം നബി തന്നെ പരാജയപ്പെടുന്നു. അവിടെ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ദൗത്യം പൊളിഞ്ഞു പാളീസാവുന്നുണ്ട്. ആദം നബി പരാജയപ്പെടുന്നത് തൗഹീദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം മക്കളെ ജീവിതത്തിൻ്റെ ധാർമ്മികതയും ലക്ഷ്യവും പഠിപ്പിക്കാൻ വേണ്ടി പിതാവിനെ തന്നെ പ്രവാചകനാക്കിയ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ തന്നെ പരസ്പരം പോരടിച്ച് ഒരാളെ കൊന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് കഥ തുടങ്ങുന്നത്. വേറെ കാര്യത്തിനൊന്നുമല്ല, അള്ളാഹുവിന് വഴിപാടായിട്ട് കൊണ്ടുകൊടുത്ത ആട്ടിൻകുറക് സ്വീകരിക്കുകയും മറ്റേ ആൾ കൊണ്ടുകൊടുത്ത പച്ചക്കറി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ബൈബിൾ കഥ അനുസരിച്ചാണ് പറയുന്നത്. ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ രൂപത്തിൻ്റെ പേരിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടുകൊടുത്തയാളെ അള്ളാഹു സ്വീകരിക്കുകയും അയാൾ കൃഷിക്കാരനും ഇയാൾ ആട്ടിടാനുമായിരുന്നു. അപ്പോൾ കൃഷിക്കാരൻ സ്വാഭാവികമായിട്ടും അയാളുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുകൊടുത്തത്. അത് അള്ളാഹ്ക്ക് പിടിച്ചില്ല, കാരണം അള്ളാഹു മാംസബുക്കായിരുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ അസൂയ ഉണ്ടായി എന്നും ഈ പച്ചക്കറിക്കാരൻ ഈ ആട്ടിൻകുറുക്കുകാരൻ്റെ തല വെട്ടി കൊന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അവിടെ തന്നെ അള്ളാഹുവിൻ്റെ ദൗത്യം പൊളിയുകയാണ്, പ്രവാചകൻ്റെ ദൗത്യം പൊളിയുകയാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ മുഹമ്മദ് നബി വരെയുള്ള 1.25 ലക്ഷം പ്രവാചകന്മാർ മുഴുവനും സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് ഈ ഇബ്രാഹിം തർക്കം വരെയുള്ള കഥകൾ പരിശോധിച്ചാൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുക. കാരണം ഈ 1.25 ലക്ഷം പ്രവാചകന്മാരെ എവിടേക്കാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്? ലോകത്തെ എല്ലാ ജനതയ്ക്കും എല്ലാ നാടുകളിലേക്കും അയച്ചിട്ടുണ്ട് എന്നാണ് ഈ കിതാബിൽ പറയുന്നത്. എല്ലാ ഭാഷക്കാർക്കും അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ ഭാഷക്കാർക്കും ഓരോ നാട്ടുകാർക്കും അതേ നാട്ടിൽ നിന്ന് അതേ ഭാഷക്കാരായ ദൂതന്മാരെ തിരഞ്ഞെടുത്ത് ഈ സന്ദേശം എത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ അള്ളാഹുവിന് അവസാനത്തെ ദൗത്യവുമായി പറഞ്ഞയച്ച മുഹമ്മദ് നബി കിതാബും കൊണ്ടുവരുമ്പോൾ താൻ പറഞ്ഞയച്ച ദൂതന്മാരാരൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ ദൂതന്മാരെല്ലാം, ആ ദൂതന്മാർ കൊണ്ടുവന്ന സന്ദേശവും ആ ദൂതന്മാർ പഠിപ്പിച്ച കിതാബും ആ ദൂതന്മാർ പഠിപ്പിച്ച മതവും ഒക്കെ ലോകത്ത് തുന്നം പാടിപ്പോയി. അള്ളാഹു എന്നൊരു ദൈവത്തെക്കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞയച്ച 1.25 ലക്ഷം ദൂതന്മാരാരും മിണ്ടിയിട്ടില്ല. മിണ്ടിയതിന് തെളിവില്ല. അള്ളാഹു എന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നും ഇസ്ലാമാണ് എല്ലാവർക്കുമുള്ള മതം എന്നും പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു 1.25 ലക്ഷം പ്രവാചകന്മാരെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് മുഹമ്മദ് നബി വരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പറഞ്ഞയച്ചിട്ട് ലോകത്തെവിടെയും അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെക്കുറിച്ച് പോലും ആരും കേട്ടിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെക്കുറിച്ചും ആരും കേട്ടിട്ടില്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ഇസ്ലാം എന്നൊരു മതത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെ ഒരു പേജ് പോലും ലോകത്തെവിടെയും ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ദൗത്യം 101% പൊളിഞ്ഞു പാളീസായി പരാജയപ്പെട്ടു എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു മുഹമ്മദിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ദൂതന്മാരുണ്ട്. അള്ളാഹുവിന് പേരും മേൽവിലാസം അറിയാവുന്ന കുറച്ച് ദൂതന്മാർ. ആ ദൂതന്മാർ അള്ളാഹുവിനെ എവിടുന്നാണ് കിട്ടിയിരിക്കുന്നത്? അന്ന് അറേബ്യയിലും പരിസരത്തും അവശേഷിച്ചിരുന്ന തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആൾക്കാരിൽ നിന്ന്, അവരുടെ കിതാബിൽ നിന്ന് പറഞ്ഞ കഥകളനുസരിച്ച് അതിൽ പറയുന്ന കുറച്ച് കഥാപാത്രങ്ങളെയാണ് അള്ളാഹു ഇതൊക്കെ ഞാൻ പറഞ്ഞയച്ച പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽപ്പെട്ട ആളാണ് ഇബ്രാഹീമും മൂസയും ഈസയും ഒക്കെ. എന്നാൽ ഈ ഇബ്രാഹീമിൻ്റെയും ഈസയുടെയും മൂസയുടെയും കഥ പറയുന്ന അവശേഷിക്കുന്ന അള്ളാഹിൻ്റെ കിതാബുകളിൽ പോലും അള്ളാഹു എന്ന് പറഞ്ഞൊരു പടച്ചവനെ കാണാനില്ല, ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം കാണാനില്ല, ഈ പറയുന്ന കഥ അനുസരിച്ചുള്ള പ്രവാചകന്മാരുടെ ലിസ്റ്റ് കാണാനില്ല. ഈ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇബ്രാഹീമിനെ പറഞ്ഞയച്ചത്, മൂസാനെ പറഞ്ഞയച്ചത്, ഈസാനെ പറഞ്ഞയച്ചത് എന്ന കാര്യം പോലും ഈസാൻ്റെ, ഇബ്രാഹീമിൻ്റെ, മൂസാൻ്റെ ഒന്നും കിതാബിൽ ഇല്ല. അപ്പോൾ അള്ളാഹു
1,400,000 പ്രവാചകന്മാരെ അയച്ചിട്ട് അള്ളാഹുവിന് പേരെടുത്ത് പറയാൻ പറ്റുന്ന 5-6 പ്രവാചകന്മാരുടെ കാര്യം എടുത്താൽ പോലും അവരുടെ കിതാബുകളിലോ അവരുടെ മതത്തിൽ പോലും ഇസ്ലാം എന്ന പേരില്ല, അള്ളാഹു എന്ന പേരില്ല. അപ്പോൾ ഇസ്ലാം മതവും ഇല്ല, അള്ളാഹു എന്ന ദൈവവും ഇല്ല. 1,400,000 പ്രവാചകന്മാരും സ്വാഹ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ലേ? അഫലാ തഖിലൂൻ എന്നാണ് പറഞ്ഞത്. ചിന്തിച്ചാൽ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു പോഴനാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു സൃഷ്ടി നടത്തിയിട്ട് ആ സൃഷ്ടിയുടെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ആ സൃഷ്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് 1,400,000 ദൂതന്മാരെ ആ ദൗത്യവുമായിട്ട് പറഞ്ഞയച്ചിട്ട് അതിൽ ഒരാൾക്ക് പോലും അള്ളാഹു എന്ന പടച്ചോൻ്റെ പേര് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഇസ്ലാം എന്ന മതത്തിൻ്റെ പേര് പോലും സംരക്ഷിക്കാൻ പറ്റിയില്ല, അതൊക്കെ നാട്ടുകാർ മാറ്റിമറിച്ച് കേടുവരുത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. ഈ പരാജയമൊക്കെ പോടെ എന്നിട്ട് അവസാനം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്ത്യപ്രവാചകനെ അയച്ചിട്ട് ഈ അന്ത്യപ്രവാചകൻ പോയിട്ട് മൂസാൻ്റെ ഈസാൻ്റെയും ഇബ്രാഹിമിൻ്റെ ആൾക്കാരോട് പോയിട്ട് തർക്കിക്കുകയാണ്. ഇങ്ങളെ മതം ശരിയല്ല, നിങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3ാമത്തെ ഒരു മതം കൊണ്ട് വന്നിരിക്കണു. ആകപ്പാടെ ജീവിച്ചിരിക്കുന്ന മതം അള്ളാഹുവിൻ്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥയനുസരിച്ച് ജീവിച്ചിരിക്കുന്ന മതം എന്ന് പറയുന്നത് ജൂതമതവും ക്രിസ്തു മതവുമാണ്. ആ 2 മതക്കാരെടുത്ത് പോയിട്ട് ഈ മതത്തിൻ്റെ ദൂതൻ പോയിട്ട് തർക്കിക്കുകയാണ്. നിങ്ങളെ മതം ശരിയല്ല, ആ മതം ശരിയല്ല, നിങ്ങൾ പറയുന്ന പഠിച്ചോനല്ല, നിങ്ങൾ പറയുന്ന പഠിച്ചോനുമല്ല, നിങ്ങളെ തൗഹീദല്ല, നിങ്ങളെ തൗഹീദുമല്ല, നിങ്ങൾ തമ്മിൽ ഇബ്രാഹിം നബീൻ്റെ പേരിലൊന്നും തർക്കിക്കേണ്ട, നിങ്ങൾക്കൊരു വിവരമില്ല. ഇബ്രാഹിം നബി ഞാൻ പറയുന്ന എൻ്റെ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആളാണ്, ഇബ്രാഹിം നബി അള്ളാഹ് എന്ന് പറയുന്ന പഠിച്ചോൻ പറഞ്ഞയച്ചിരുന്ന ദൂതനാണ്, അതുകൊണ്ട് നിങ്ങളെ യഹോവേ, നിങ്ങളെ ക്രിസ്തുമതവും നിങ്ങളെ ജൂതമതവും ഒന്നും പറഞ്ഞിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൂതനും നിലവിലുണ്ടായിരുന്ന ജീവനുണ്ടായിരുന്ന മറ്റ് 2 മതങ്ങളെയും നിഷേധിച്ചുകൊണ്ട് 3ാമതൊരു മതം കൊണ്ടുവരികയാണ്. അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ക്രിസ്തുമതവും പരാജയം, ജൂതമതവും പരാജയം, അള്ളാഹുവും പരാജയം, ഇസ്ലാമും പരാജയം, എല്ലാം പരാജയം. ഇതിന് വിശ്വാസികൾക്ക് പറയാനുള്ള ന്യായം, പറഞ്ഞേക്കാവുന്ന ന്യായം അള്ളാഹു പോയനായതുകൊണ്ടും അള്ളാഹുവിന് ഇതിന് കഴിവില്ലാത്തതുകൊണ്ടും ഒന്നല്ല. അള്ളാഹുവിന് അതൊക്കെ കഴിയും. പക്ഷേ അള്ളാഹു ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് കരുതിക്കൂട്ടിയാണ് അള്ളാഹു ഇങ്ങനെ കാട്ടിക്കൂട്ടിയതെങ്കിൽ അതും ഈ ഖുർആൻ അനുസരിച്ച് പറയുന്ന കാര്യമാണ്. കാരണം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നരകം സൃഷ്ടിച്ച് വെച്ചിട്ട് നരകത്തിനോട് പോയിട്ട് പറയുന്നത് എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാമെന്നാണ്. അപ്പോൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ കിതാബിൽ ഒരു സ്ഥലത്ത് പറയുന്നത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്ന്, വേറൊരു സ്ഥലത്ത് പറയുന്നത് നരകം നിറക്കാനാണെന്ന്. വൈരുദ്ധ്യങ്ങളില്ലാത്ത കിതാബുമാണ്. അപ്പോൾ നരകം നിറക്കാൻ തീരുമാനിച്ചിട്ട് നരകത്തിൻ്റെ പള്ള നിറച്ചു കൊടുക്കാൻ വേണ്ടി മുഴുവൻ മനുഷ്യരെയും വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കരുതിക്കൂട്ടി ഒരു കപട നാടകം കളിക്കുകയും അള്ളാഹു ആകാശത്തിൻ്റെ തട്ടിൻപുറത്ത് ഒളിച്ചിരുന്നിട്ട് ഇതുപോലെ ആർക്കും ശരിയായ ഒരു സന്ദേശവും എത്തിക്കരുത് എന്ന് കരുതിക്കൂട്ടി തീരുമാനിച്ചതിന് ശേഷം നടത്തിയ കപട നാടകമാണ് ഈ ദൗത്യമെങ്കിൽ, നേരത്തെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിന് വകതിരിവില്ലാത്തതുകൊണ്ട് പോഴത്തം പറ്റിയതാണെന്ന് പറയാം, ഒരു സഹതാപമെങ്കിലും അർഹിക്കുന്നുണ്ട്. അതല്ല, 2ാമത് പറഞ്ഞതൊക്കെ കരുതിക്കൂട്ടി അള്ളാഹു ചെയ്തതാണെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ അള്ളാഹുവിനോളം വലിയൊരു തെമ്മാടി വേറെ ആരാളുള്ളത്? ഇത്രയും വലിയ തെമ്മാടിത്തം ചെയ്ത ഒരാൾ എന്ത് ആരാധനയാണ് അർഹിക്കുന്നത്? എന്ത് ആദരവാണ് അർഹിക്കുന്നത്? ഒരു പരിഗണന പോലും അർഹിക്കുന്നില്ല. അത്രയും വലിയ തിന്മയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. സ്വന്തം സൃഷ്ടികളെ ഈ രീതിയിൽ ചതിക്കുകയും കപടനാടകം കളിച്ച് കബളിപ്പിച്ച് നരകത്തിലിട്ട് നിറക്കുകയും എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ആ ദൈവം എന്ത് പരിഗണനയാണ് അർഹിക്കുന്നത്? എന്ത് ആദരവും ആരാധനയുമാണ് അർഹിക്കുന്നത്? ഇതാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിനെ ആരാധിച്ചാൽ അയാളിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ പരം മൗഢ്യം വേറെ എന്താണുള്ളത്? കാരണം സ്വന്തം ദൗത്യം പൂർണ്ണമായിട്ടും അനീതി ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഒരാളിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ നമുക്ക് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക? പരീക്ഷണമാണെന്നാണ് പറയുന്നത്. ഇത് പരീക്ഷണമാണെങ്കിൽ, ഇത്രയും ഭീകരമായ ചതി ഒരു പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണം എന്താണെന്ന് തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഈ കിതാബ് പറയുന്നതാണ് ശരിയെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? ഈ കിതാബും ചതിയാണെങ്കിലോ, ഈ പ്രവാചകനും ചതിയാണെങ്കിലോ, ഇത് വിശ്വസിക്കുന്നവരെ നരകത്തിലിടാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബ് കൊടുത്തയച്ചിട്ടുള്ളതെങ്കിലോ? അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഗ്രഹിക്കാനുള്ളത്, ഒന്നുകിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ഒരു 100% പരാജയപ്പെട്ട
മുരത്ത പോഴനാണ്, അതല്ലെങ്കിൽ 100% തിന്മ മാത്രമുള്ള ഒരു മുരത്ത തെമ്മാടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ കഥ മൊത്തം പരിശോധിച്ചാൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. അതിലേതെടുത്താലും ആ അള്ളാഹു ആരാധിക്കാൻ പറ്റിയ ഒരു ദൈവമാണ് എന്ന് പറയാനും കഴിയില്ല. ഇനി എന്താണ് വാസ്തവം, അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആരാണ് ഈ ഇബ്രാഹിം, ആരാണ് ഈ മൂസ, ആരാണ് ഈ ഈസ? ആ കഥയിലൊക്കെയുള്ള ഒരു വൈരുദ്ധ്യവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ബാബിലോണിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന്, അവിടെ ഉണ്ടായിരുന്ന കെട്ടുകഥകളിൽ നിന്ന്, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന വെർട്ടൈൽ ക്രസൻറ്റ് എന്ന് വിളിക്കുന്ന ആ ഭൂപ്രദേശത്തുള്ള ആളുകൾ പല കാലങ്ങളിലായി പല തലമുറകളിലൂടെയായി വികസിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളുടെ സമാഹാരമാണ് ഈ പേരെടുത്ത് പറയുന്ന കിതാബുകളൊക്കെ, തൗറാത്തും ഇഞ്ചീലും ഇതൊക്കെ. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ സാധനം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ബാബിലോണിയയിൽ നിന്ന് ഒരു കാരണവർ, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കാരണവർ പുറപ്പെട്ടു എന്നും അയാളുടെ കൂടെ യഹോവ എന്ന് പറയുന്ന യഹോവയാണെന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പറയുന്നു. പക്ഷേ കഥ വായിച്ചു നോക്കിയാൽ അയാളുടെ മക്കൾക്കൊക്കെ പേരിട്ടതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏലായിരുന്നു അന്നത്തെ ദൈവം എന്ന് പറയുന്നത്. അതാണ് പിന്നെ യഹോവയായിട്ട് മാറുന്നത്. ആ ഒരു ഗോത്ര ദൈവം തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിക്കൊണ്ടു പോവുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയും ചെയ്തുകൊണ്ട് അവരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ഗോത്രത്തെ നയിക്കുന്ന ഒരു കഥയാണ്. എന്ന് വെച്ചാൽ ഇസ്രായേല്യർ എന്ന പേരിൽ ഇസ്രായേൽ ഭാഗത്ത് താമസിച്ചിരുന്ന ആ ജനവിഭാഗം അവരുടെ തലമുറകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി അവരുടെ ചരിത്രം എന്ന നിലയിൽ അവർ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ്. ചരിത്രത്തിൻ്റെ ചിലപ്പോൾ 1-2% അതിനകത്തുണ്ടാവും, ബാക്കി 99% നുണകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥ. ആ കെട്ടുകഥയിലെ ഒരു കഥാപാത്രമാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നതിന് വേറെ ഈ കഥയ്ക്ക് പുറത്ത് തെളിവൊന്നുമില്ല. അതുപോലെ തന്നെ മോശയുടെ കാര്യം, ഈസായുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. ചരിത്രത്തിൽ ഇവർക്കൊന്നും ഒരു തെളിവുമില്ല, പക്ഷേ ഈ കഥയിൽ മാത്രമേ ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ആളുകൾ പിന്നീട് ഇവരൊക്കെ ജീവിച്ചു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിനും ശേഷം ഇസ്രായേൽ പ്രദേശത്ത് ഈ ഇസ്രായേല്യർ അഥവാ ജൂതരെന്ന് പറയുന്ന ജനവിഭാഗം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരുടെ ചരിത്രവും പിന്നീട് അവരെ യുദ്ധങ്ങളിലൂടെ പിടിച്ചടക്കിയതും അവരെ അടിമകളാക്കി കൊണ്ടുപോയതും അവരെ തകർത്തതും അവരെ ആട്ടി ഓടിച്ചതുമായിട്ടുള്ള കഥകളെല്ലാം നടന്നതിന് ശേഷം ഒരു ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു ഗോത്ര ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കി എഴുതിയ ഒരു കെട്ടുകഥയാണ് ഈ ബൈബിളും അതുപോലുള്ള സാധനങ്ങളൊക്കെ. ആ കെട്ടുകഥ ഏറ്റുപിടിക്കാൻ പോയ മുഹമ്മദ് അതിൻ്റെ തുടർച്ചക്കാരനാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിദ്ധാന്തവുമായിട്ട് അറേബ്യയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുഹമ്മദിന് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ തൻ്റെ കൂടെ വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് മുഹമ്മദ് കഥകൾ മെനഞ്ഞത്. പക്ഷേ പിന്നീട് മുഹമ്മദിൻ്റെ കഥകളിലെ വൈരുദ്ധ്യങ്ങളും അവരുടെ കഥകളുമായി ബന്ധപ്പെട്ട മുഹമ്മദിൻ്റെ അജ്ഞതയും ഒക്കെ ബോധ്യപ്പെട്ടതുകൊണ്ട് ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആരും മുഹമ്മദിനെ പിന്തുണയ്ക്കാൻ വന്നില്ല. അപ്പോൾ മുഹമ്മദിന് അവരോട് കടലിപ്പ് തോന്നി. അവരിലെ സാധാരണക്കാരെ കിട്ടാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ചപ്പോൾ അവരിലെ പുരോഹിതന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് കണ്ട് മുഹമ്മദിനെ ആശയപരമായി പഞ്ഞിക്കിടിച്ചു. അതോടുകൂടി ഈ പുരോഹിതന്മാരോട് മുഹമ്മദിന് കലിപ്പായി. പൗരോഹിത്യത്തെ മുഹമ്മദ് ഇവിടെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു എന്ന ഒരു ദൈവത്തെ മുഹമ്മദ് സൃഷ്ടിച്ചുണ്ടാക്കുകയും മറ്റു കഥകൾ മോഷ്ടിച്ചുകൊണ്ട് മുഹമ്മദ് പരസ്പര വിരുദ്ധമായ കുറേ വിഡ്ഢിത്തങ്ങൾ ഉൾക്കൊള്ളുന്ന കഥ മെനയുകയും ചെയ്ത് അത് അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് അറേബ്യയിൽ ആശയപരമായി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ ജാള്യത മറച്ചുകൊണ്ട് സ്വന്തം അനുയായികളെ തനിക്ക് അധികാരം കയ്യിലുള്ള സമയത്ത് പോലും പിടിച്ചു നിർത്താൻ മുഹമ്മദിന് ഇതുപോലെയുള്ള ഉഡായിപ്പുകളും ഇതുപോലെയുള്ള ഉപായങ്ങളും സ്വീകരിക്കേണ്ടി വന്നു എന്നാണ് നമ്മളിപ്പോൾ ഈ വായിച്ച ഖുർആൻ വാക്യങ്ങളുടെ പശ്ചാത്തലവും ചരിത്രവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതല്ലാതെ മുഹമ്മദ് ഈ കഥയിലൂടെ അവകാശപ്പെടുന്നത് പോലെ അള്ളാഹു ഇങ്ങനെ 1.25 ലക്ഷം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നതും ആദം മുതൽ ഇബ്രാഹിം മുതൽ മൂസ മുതൽ ഈസ മുതൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് എന്നും ആണ് പറയുന്നതെങ്കിൽ അവരൊന്നും അള്ളാഹു എന്നൊരു പടച്ചോനെക്കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അവരാരും ഇസ്ലാം എന്നൊരു മതത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അതിൻ്റെ ഒന്നും മുഹമ്മദ് പറഞ്ഞ ഈ ബഡായി കഥയ്ക്ക് പുറത്ത് യാതൊരു തെളിവുമില്ല. ഒരു തെളിവിൻ്റെ ഒരംശം പോലും ലോകത്തെവിടെയില്ല. എല്ലാ ഭാഷയിലും
എല്ലാ നാട്ടിലും ഇതുപോലെ പ്രവാചകന്മാരെ ഈ കഥയും കൊണ്ട് അള്ളാഹു അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ഭാഷയിലൊക്കെ അതിൻ്റെ തെളിവുകൾ കാണണ്ടേ? അതൊക്കെ എവിടെ പോയി? ഇതെല്ലാം അള്ളാഹു തന്നെ വിഴുങ്ങിയതാണോ? അതോ ഇതെല്ലാം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതാണോ? അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ എന്തിനു കൊള്ളാം എന്നതാണ് ചിന്തിക്കുന്നവർക്ക് ഈ കഥയിൽ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം. 68 നിശ്ചയമായും ഇബ്രാഹീമിനോട് ഏറ്റവും ബന്ധമുള്ളവർ അദ്ദേഹത്തെ അനുകരിച്ചവരും ഈ നബിയും സത്യവിശ്വാസികളുമാണ്. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബീനെ മുഹമ്മദ് അങ്ങോട്ട് തട്ടിയെടുത്തിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബീൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് ഈ മുഹമ്മദിനെ വിശ്വസിച്ചവരും മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരുമാണ്. അല്ലാത്തവരൊന്നും ഇബ്രാഹിം നബിക്ക് അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. അപ്പോൾ ഈ അള്ളാഹു യഥാർത്ഥ വിശ്വാസികളായിട്ട് ലോകത്ത് ആകെപ്പാടെ തിരഞ്ഞെടുക്കാൻ കണ്ടത് ഈ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാരെ മാത്രമാണ് എന്ന്. എന്നിട്ട് അള്ളാഹു ഈ ക്രിസ്ത്യാനികളും ജൂതരും തമ്മിലുള്ള തർക്കമൊക്കെ തീർത്ത് ലോകത്തെല്ലാവർക്കും ഈ അള്ളാഹുവാണ് പടച്ചോനെന്നും ഇസ്ലാമാണ് മതമെന്നും ഖുർആനാണ് വേദമെന്നും ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ന് അള്ളാഹു വിജയിച്ചോ? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അവിടെയും അള്ളാഹു സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ 900 ഗ്രൂപ്പുകളായിട്ട് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന കാര്യത്തിൽ പോലും ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, അടികൂടിക്കൊണ്ടിരിക്കുന്നത്, പള്ളികളിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഈ പണിക്കേ പറ്റില്ല എന്ന് അവസാനത്തെ ദൂതനും അവസാനത്തെ മതവും അവസാനത്തെ കിതാബും ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യരെ മതങ്ങളുടെ പേരിൽ ഒരു പടച്ചോനാണെങ്കിൽ ആ പടച്ചോൻ്റെ പേരിൽ തന്നെ, അപ്പടച്ചോൻ ഉണ്ടാക്കിയ മതങ്ങളുടെ പേരിൽ തന്നെ, അപ്പടച്ചോൻ പറഞ്ഞയച്ച ദൂതന്മാരുടെ പേരിൽ തന്നെ മനുഷ്യർ കാലാകാലം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക എന്നതായിരുന്നു അള്ളാഹു എന്ന ക്രൂര വിനോദക്കാരൻ്റെ ലക്ഷ്യം എന്നല്ലേ ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ദൃഷ്ടാന്തം. ഈ ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ 68ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് ഈ കഥ വീണ്ടും തുടരാം.